ഹായ് ഗെയ്സ്, അങ്ങനെ ഇന്നത്തെ ഭോജനത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഫിഷിനെ കിട്ടിയിട്ടുണ്ട്. ഫിഷിൻ്റെ പേരൊന്നും ചോദിക്കരുത്. കറിയെല്ലാം കൂടെ മിക്സാണ്. തൊലി വിരിക്കുന്നതുണ്ട്, വിരിക്കാത്തതുണ്ട്, പ്രാല് ചുരണ്ടുന്നതുണ്ട്, അങ്ങനെ പല ടൈപ്പുണ്ട്. എന്തായാലും ഇന്ന് അമ്മയില്ല, അതുകൊണ്ട് ഞാൻ തന്നെ ഒന്ന് ഒറ്റയ്ക്ക് എല്ലാം റെഡിയാക്കണം. ഇത് തൊലി വിരിക്കുന്ന മീനാണെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണ് കേട്ടോ. വിരിച്ചെടുക്കാനായിട്ട് കയ്യിൽ നാവും കൂടി ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പാട്. വിരിച്ചിട്ട് വരുന്നില്ല. ഇങ്ങനെ കഷ്ടപ്പെട്ട് വിരിച്ച് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതിനെ വെയിറ്റ് ചെയ്ത് കുറേ ആൾക്കാർ വെളിയിൽ നിൽപ്പുണ്ട്. അവരെ കയ്യിൽ അങ്ങനെ ഇത് കിട്ടണം. എപ്പോഴേ അകത്താക്കിയെന്ന് വിചാരിച്ചാൽ മതി. ഞാൻ എങ്ങനെയെങ്കിലും എന്തായാലും ക്ലീൻ ചെയ്ത് റെഡിയാക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇത് അവരെ കയ്യിൽ കിട്ടണം. എപ്പോഴേ അകത്താക്കിയെന്ന് വെച്ചാൽ മതി. എൻ്റെ കൂട്ട് ഇത്രയും താമസമൊന്നും കൊടുക്കത്തില്ല. വെളിയിൽ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇവരാണ്. ഇവരെ കയ്യിലിത് കിട്ടണം. എപ്പോൾ അകത്താക്കിയെന്ന് വെച്ചാൽ മതി. ഞാൻ എന്തായാലും ക്ലീൻ ചെയ്തതിൻ്റെ ബാലൻസ് എല്ലാം കൂടി മാറ്റി വെച്ചിട്ട് ബേസ്റ്റ് ഇവർക്ക് കൊടുക്കുകയാണ്. തലയും വാലുമാണ്. ഇവർ കിട്ടിയയാടെ ആക്രാന്തത്തോടെ അകത്താക്കുകയാണ്. ഇവർ മാത്രമല്ല ഗേസ്, ഇവരെ കുഞ്ഞുങ്ങളും കൂടി ഉണ്ട് 2-3 പേര്. അവർ കണ്ണ് തുറന്നതേ ഉള്ളൂ. അതാ വെളിയിൽ കാണാത്ത. ഉണ്ടായിരുന്നെങ്കിൽ കിയോ 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 എന്നും പറഞ്ഞ് ഇപ്പോൾ ഇവരെ കൂട്ടത്തിൽ നിന്ന് ഭയങ്കര ബഹളമായിരുന്നേനെ. എന്തായാലും അവർ അകത്താക്കുന്നുണ്ട്. ഞാനങ്ങനെ അതിനുള്ള അരപ്പ് റെഡിയാക്കാമെന്നും പറഞ്ഞ് കല്ലിലാണ് അരയ്ക്കുന്നത്. കാരണം മിക്സി കംപ്ലൈൻ്റ് അല്ല, കുറച്ച് തേങ്ങ ഇടുമ്പോഴത്തേക്കും ഭയങ്കര ഒച്ചയാണ്. നാട്ടുകാരെ മുഴുവൻ അറിയിക്കും ഞങ്ങളുടെ വീട്ടിൽ എന്തോ കറി അരയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കരുതി എന്തായാലും അത് വേണ്ട. കുറച്ച് ദിവസമായിട്ട് നമ്മൾ കല്ലിൽ തന്നെ അരയ്ക്കുന്നതാണ്. നമ്മുടെ കല്ല് പിന്നെ ചെറിയ കല്ലായതുകൊണ്ട് അരയ്ക്കാൻ നല്ല സുഖമാണ്. പണ്ടത്തെ വീട്ടിലൊരു കല്ലുണ്ടായിരുന്ന ഗെയ്സ്, അത് വിശേഷപ്പെട്ടൊരു കല്ലായിരുന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ കുഴൽ പോലും അനക്കത്തില്ലായിരുന്നു. ഭയങ്കര വലുതായിരുന്നു. ഇത് പിന്നെ ഹൗസ് വാമിങ് കഴിഞ്ഞപ്പോൾ പുതുതായിട്ട് മേടിച്ചതാട്ടോ. ചെറിയ കല്ല് മതിയെന്നും പറഞ്ഞു. പക്ഷേ അതുകൊണ്ട് നല്ല നൈസാണ്. ഈ കല്ലിനെ വേണമെങ്കിൽ നമുക്ക് പുഷ്പം പോലെ കയ്യിലെടുക്കാൻ പറ്റും കേട്ടോ. എൻ്റെ കുഴവി ഈസി ആയിട്ട് അരയ്ക്കാനും പറ്റും. ഞാൻ എന്തായാലും ഉള്ളിയും തേങ്ങയും കൂടെ അരച്ചൊന്ന് ഒതുക്കിയിട്ടുണ്ട്. ഒന്ന് അരച്ചൊതുക്കിയതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് പൊടികൾ ഇടണം. പിന്നെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും പുളിയൊക്കെ വെച്ചിട്ടുണ്ട്. മുളക് പൊടി ഞാൻ 2ആയിട്ടാണ് ഇടുന്നത്. എന്ന് വെച്ചാൽ വറുത്ത് വെച്ചേക്കണം മുളക് പൊടിയിൽ നിന്ന് ഒരു ശകലം ഇടും. പിന്നെ അല്ലാതെ വറുക്കാത്ത മുളക് പൊടിയും ശകലം ഇടും. അമ്മയാണെങ്കിൽ വറുത്തത് മാത്രം ഇട്ടാണ് അരയ്ക്കണത് കേട്ടോ. എല്ലാവർക്കും പല സ്റ്റൈലല്ലേ. ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്താണ് അരയ്ക്കുന്നത്. എനിക്കതാണ് ഇഷ്ടം. എന്തായാലും ഇതിനകത്ത് ഉപ്പ് കൂടിപ്പോകാതെ നോക്കിയാൽ മതി. കാര്യം ഉപ്പ് കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ പപ്പയ്ക്ക് കഴിക്കത്തില്ല. ബാക്കിയുള്ളവർ പിന്നെയും കഴിക്കും. കാര്യം പപ്പയ്ക്ക് BP ശകലം കൂടുതലാവുകൊണ്ട് ഉപ്പ് കുറച്ചേ കഴിക്കത്തുള്ളൂ പപ്പ. അപ്പോൾ അത് ശ്രദ്ധിച്ച് ഉണ്ടാക്കണം. അതാണ് മെയിൻ കാര്യം. ബാക്കിയൊക്കെ പിന്നെ അഡ്ജസ്റ്റബിളാണ്. ഞാൻ എന്തായാലും ഇതിനകത്ത് ഇടാനായിട്ട് കുറച്ച് മുരിങ്ങയ്ക്കൊക്കെ ഓൾറെഡി ക്ലീൻ ചെയ്ത് റെഡിയാക്കി അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. തക്കാളി അതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളകിന് പകരം ഞാൻ മണമുള്ള മുളകുണ്ടല്ലോ, അതാണ് എടുത്ത് വച്ചേക്കുന്നത്. ഇനി ഇത് കലക്കി മിക്സ് ചെയ്ത് അടുപ്പിൽ വെക്കുമ്പോൾ ആ കൂട്ടത്തിൽ കൂടെ ഇട്ട് കൊടുത്താൽ മതി. എന്തായാലും ഞാൻ ഇതിനെ പൊടീനെ എല്ലാത്തിനെയും കൂടെ അരച്ചൊന്ന് ഒതുക്കി റെഡിയാക്കുന്നുണ്ട്. നമ്മളെ മിക്സി ആണെങ്കിലുണ്ട് ആൾ ശരിയല്ല കേട്ടോ. അവനെ കാരണമാണ് ഈ കല്ലിലോട്ട് അരയ്ക്കാനായിട്ട് തീരുമാനം എടുക്കേണ്ടി വന്നത്. എന്തായാലും അരച്ച് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അരപ്പെല്ലാം കൂടി എടുത്തൊരു പാത്രത്തിലോട്ട് ഒതുക്കി വെച്ചതിന് ശേഷം ഇനി കല്ല് നല്ല സൂപ്പറായിട്ട് ക്ലീൻ ചെയ്യണം. കാര്യം എന്താണെന്നറിയോ, ഈ കല്ല് എപ്പോഴും നല്ല നീട്ടാക്കി ഇട്ടില്ലെങ്കിൽ ഒരു സ്മെല്ലും പിന്നെ അതുപോലെ ബാക്ടീരിയസൊക്കെ വരാൻ ഭയങ്കര ചാൻസാണ്. അതുകൊണ്ട് എപ്പോഴും ക്ലീനായിട്ട് ഇട്ടേക്കണം. എന്തായാലും ഞാൻ ക്ലീനാക്കി ഒതുക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഈ അരപ്പ് നമുക്ക് കലക്കി അടുപ്പിൽ വയ്ക്കുക. അതിന് മുമ്പ് എല്ലാവരും സാധാരണ ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം എണ്ണ ഒഴിക്കുക, എന്നിട്ടാണ് ഉള്ളി ഇടുന്നത്. ഞാൻ നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. കാര്യം എന്താണെന്നറിയോ, ചട്ടി വെച്ചിട്ട് ഉള്ളി ഇടും. അപ്പോൾ ചട്ടിയിലെ ഉള്ളിയിലെയും വെള്ളം ഒരുമിച്ച് വറ്റിച്ചതിന് ശേഷമാണ് എണ്ണ ഒഴിക്കുന്നത്. അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും നനവോടുകൂടി എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ. എന്നിട്ട് ഞാൻ പിന്നെ കടുക് ഇട്ട് പിന്നെ ഉള്ളിയുടെ കൂട്ടത്തിൽ കറിവേപ്പിലയും മുളകും കൂടി ഇടും. ഈ കറിവേപ്പിലയാണെങ്കിൽ ആൾ ശരിയല്ല, ഭയങ്കര വഴക്കായി. പുള്ളിക്കാരൻ കാണാനൊക്കെ നല്ല അടിപൊളി കളറും ഗ്രീനും നല്ല സോഫ്റ്റൊക്കെയാണ്, അടിപൊളിയാണ്. പക്ഷേ എണ്ണയ്ക്കകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ കടുവായിട്ട് ഭയങ്കര വഴക്ക്, ശത്രു. അത് പണ്ടുകാലം മുതലേ ഉള്ളതാണ് കേട്ടോ ഈ ശത്രുത ഇവർ തമ്മിലുള്ളത്. രണ്ടും കൂടി അടിയും വഴക്കുക എന്നും പറഞ്ഞ് ഭയങ്കര ബഹളമാണ്. എന്തായാലും അവരെ ഒന്ന് കടുവിനെ എല്ലാത്തിനും ഞാൻ ഒന്ന് കടുവറുത്ത് ഒതുക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് അരപ്പ് കലക്കി ഒഴിക്കണം. ഇത് ഭയങ്കര പുക വരുന്ന എന്താണെന്നറിയോ, കുറച്ച് തീ കൂടുതലായിരുന്നു ഗേസ്. വേഗം കടുവ് വറന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ ശകലം തീ കൂട്ടി വെച്ചതാണ് ഈ പുക വരുന്നത്. ഇനി എന്തായാലും തീ കുറച്ചിട്ട് അപ്പോൾ പുകയൊന്ന് ശമിച്ചതിന് ശേഷം അരപ്പിട്ട് ആ എണ്ണയിൽ തന്നെ ഈ അരപ്പൊന്ന് വഴട്ടിയെടുത്താലേ എൻ്റെ ഒരു ഇതിൽ ആ എണ്ണയിലിട്ടൊന്ന് വഴട്ടിയെടുക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് വരുന്നത്. സാധാരണ എല്ലാവരും ഡയറക്റ്റ് വെള്ളം ഒഴിക്കുകയാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ എണ്ണയിലൊന്ന് വഴട്ടിയതിന് ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ച്
പിന്നെ ഇതിനകത്തോട്ട് ഉപ്പും കൂടി ഇടും. ഉപ്പിടുന്ന അതാണ് മെയിൻ ടാസ്ക്. എന്ന് വെച്ചാൽ അത് പാകത്തിന് ഇട്ടില്ലെങ്കിൽ കൂടിപ്പോയാൽ പിന്നെ കൊള്ളത്തില്ല. പൊതുവേ ഏത് കറിക്കും ഉപ്പ് കൂടിപ്പോയാൽ കൊള്ളത്തില്ല കഴിക്കാൻ. പക്ഷേ ഞാൻ പൊതുവേ സാധാരണ ഉപ്പ് ഇടുമ്പോൾ ശകലം കൂടിപ്പോകും കേട്ടോ. അതുകൊണ്ട് എപ്പോഴും അമ്മയുടെ അസിസ്റ്റൻസിയിലാണ് ഇടുന്നത്. ഇന്ന് പിന്നെ അമ്മയില്ലാത്തതുകൊണ്ട് സ്വന്തം അസിസ്റ്റൻസിൽ തന്നെ അങ്ങ് ഇടുവാണ് കേട്ടോ. കാര്യം ഉപ്പ് കൂടിപ്പോയാൽ പപ്പ കഴിക്കത്തില്ല. പപ്പയ്ക്ക് ബി.പി ശകലം കൂടുതലാണ്ട് കഴിക്കാൻ പറ്റത്തില്ല. എന്തായാലും മീൻകറിയുടെ ചാറ് തിളച്ച് അപ്പം ഞാൻ അതിനകത്തോട്ട് മീനും ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച്